നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഷമീർ കൊല്ലത്തോട് അല്ല, ഷമീർ കാക്കയോട് വല്ല വിരോധമുണ്ടോ? ഇല്ല. യാതൊരു വിധമായ വ്യക്തിപരമായ ഒരു വിരോധവും ഷമീറിനോടില്ല. പിന്നെ എന്താണ്, ഷമീറിൻ്റെ ഫാൻസിനെ ഉപയോഗിച്ച്, ഫോളോവേഴ്സിനെ ഉപയോഗിച്ച്, സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനത ഉപയോഗിച്ചുകൊണ്ട് പല കാര്യത്തെയും യാതൊരുവിധ സത്യാന്വേഷണവും കൂടാതെ എതിർക്കുകയും സഹോദരന്മാരെ ഒടുക്കിക്കളയുവാനുള്ള അവൻ്റെ വിഡ്ഢിത്തനവും ശരിക്കും ഒരു അന്വേഷണം നടത്താതെയുള്ള അവൻ്റെ പൊട്ടത്തരവും ഒക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ. അല്ലാതെ ഇവനോട് യാതൊരു വിരോധമില്ലാന്ന് എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബർ ആയിരിക്കുന്ന എല്ലാവരോടും അറിയിക്കുന്നു. ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിനോടും ഞാൻ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ഷമീറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഷമീറെ, അമേരിക്ക എന്ന് പറയുന്ന ഉണർവുകളുടെ ആരംഭമായ നാട്ടിലിരുന്നു കൊണ്ട് ജോനാഥാൻ എഡ്വേർഡിൻ്റെയും ഫിന്നിയുടെയും DL മൂഡിയുടെയും 18-19 നൂറ്റാണ്ടിൽ നടന്ന ആ അമേരിക്ക ഇരുന്നു കൊണ്ട് ഏറെ എന്തിനു പറയുന്നു, അസൂസ സ്ട്രീറ്റിൽ വ്യാപരിച്ച ആ ഉണർവിൻ്റെ നാട്ടിലിരുന്നു കൊണ്ട് നിനക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു? നീ സാജു ബ്രദറിന്റെ പെന്തക്കോസ് ചരിത്രം എന്ന് പറയുന്ന പുസ്തകമൊക്കെ വായിക്കുക. 18-19 നൂറ്റാണ്ടുകളിൽ ഉണർവിൻ്റെ കാലയളവിൽ വളരെ കൃത്യമായി മനുഷ്യർ തറയെ വീഴുകയും ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള രീതിയിൽ ശരീരം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒട്ടനവധി അനുഭവങ്ങൾ ആ ഉണർവുകളിൽ ഉണ്ടായെന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശപരമായ കാര്യം കണ്ടാൽ അത് വ്യക്തമായി സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ ആ ഉപദേശം അത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് നിനക്ക് പറയാം. പക്ഷേ നീ ചെയ്തത് മഹാ ഉഡായിപ്പും നിന്റെ അറിവില്ലായ്മയിലുണ്ടായ ദുർവ്യാഖ്യാനവുമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവൻ ഈ ടിനു ജോർജ് എന്ന് പറയുന്ന ദേവദാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ ലൂക്കോസ് സുവിശേഷത്തിലെ ഒരു വാക്യമാണ് കൊണ്ടുവന്നിട്ട് അവൻ പറയുകയാണ്, തള്ളിയിട്ടു. നിങ്ങൾ കണ്ടില്ലേ? അത് എന്താണ്? അതൊരു ആത്മാവാണ്. അതെന്താണ്? അത് ഭൂതമാണ്. തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആര് തള്ളിയിട്ടു? അത് ദുരാത്മാവാണ്. തള്ളിയിട്ടു എന്നുള്ള ഭാഗം കൊണ്ട് അവൻ ദുരാത്മാവെന്നും ഭൂതമെന്നും അശുദ്ധാത്മാവെന്നും ആത്മാവെന്നൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് വായിച്ച് ഇവൻ ജനങ്ങളുടെ മുമ്പിൽ ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാ, തിരിച്ചറിയണം അതങ്ങനെ തന്നെയോ അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇവൻ പറയുന്ന അർത്ഥമല്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് താഴെ കമന്റ് ചെയ്യും. ഞാൻ പറയാൻ പോകുന്നതാണ്, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച ശേഷം ഭൂതങ്ങളെ പുറത്താക്കുവാനും സുവിശേഷം പ്രസംഗിക്കാൻ അധികാരം കൊടുത്ത ശേഷം അവരെ അയക്കുമ്പോൾ പൊക്കണം വെളുക്കരുത്, ആഹാരം വെളുക്കരുത് എന്നൊക്കെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ ഇതുപോലെ ആണോടോ ഷമീറെ നീ അമേരിക്കയിൽ പോയത്? ലക്ഷങ്ങൾ കൊണ്ട് നീ അങ്ങോട്ട് പോകുന്നു, തിരിച്ച് ലക്ഷങ്ങളുമായി തിരിച്ച് ഇങ്ങോട്ട് വരുന്നു അല്ലേ? നീ എല്ലാ സുഖ സൗകര്യങ്ങളോടെയല്ലടാ അമേരിക്കയിൽ താമസിക്കുന്നേ. കർത്താവ് ഈ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, നിങ്ങൾ പൊക്കണം എടുക്കരുത്, നിങ്ങൾ വളരെ വളരെ ലളിതമായി നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, ഒന്നും കരുതാതെ നിങ്ങൾ മുന്നോട്ട് പോകണം, ദൈവം നിങ്ങൾക്ക് കരുതും എന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ അമേരിക്കയിൽ പോയിരുന്ന് നല്ല രീതിയിൽ പല സഭകളെയും പോയി ശുശ്രൂഷിച്ച് പൈസ കൊണ്ടുവരുന്ന നീ ഈ വാക്കുകൾ വ്യാഖ്യാനിക്കുമ്പോൾ മോളോട്ട് കൂടെ പോട്ടെ. ശരി, അത് വിട്ട് മോളോട്ട് പോകണമെങ്കിൽ നീ പോ, പിന്നെ മനസ്സിലാക്കി തരാം. പിന്നെ നീ പറഞ്ഞ എന്താണ്? അതൊരു ഒരു 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 ബാല്യക്കാരൻ, അദ്ദേഹത്തിന്റെ ഏകജാതനായ ഒരു മകൻ, ആ മകനെ പൊടുന്നനെ തള്ളിയിടുന്നു, പിന്നെ ഞൊരപ്പിക്കുന്നു, പിടപ്പിക്കുന്നു, ഞെരിക്കുന്നു, പ്രയാസത്തോടെ കടന്നു പോകുന്നു. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു ബാധയാണ്. ആ ബാധയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയാണ് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അത് കഴിയാതെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. അവിടെ നീ അത് വെച്ച് ഈ ടിനു ജോർജിനെ വ്യാഖ്യാനിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? നിന്റെ ദുർവ്യാഖ്യാനം ഇതാണ്.
യാതൊരു ബന്ധവുമില്ലാത്ത പുലബന്ധവുമില്ലാത്ത ഒരു വചനം കൊണ്ടുവന്ന് ഒരു ദേവദാസൻ ഒരു സഭയ്ക്കകത്ത് പ്രാർത്ഥിച്ചപ്പോൾ മറിഞ്ഞു വീഴുകയും ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ കാണുന്നത് പോലെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെയുള്ള കാര്യത്തിൽ നീ യാതൊരുവിധ രീതിയിലുള്ള ബന്ധമില്ലാത്ത ഒരു വചനം കൊണ്ടുവന്നിട്ട് അത് ഭൂതമാണെന്ന് പറയുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതിനകത്ത് ആ ഏകജാതനായ തൻ്റെ മകനെ നിരന്തരം ഞൊരപ്പിക്കുക, തള്ളിയിടുക, ഞെരിക്കുക, നിലവിളിപ്പിക്കുക, ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ആത്മാവ് നിരന്തരം വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ്, ഒരു ബാല്യക്കാരനെയാണ് അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതുമായി താരതമ്യം ചെയ്തിട്ട് ഇത്തരത്തിൽ വ്യാഖ്യാനം നടത്തുന്ന ഈ ഷമീർ കൊല്ലം എന്ന ഈ കാക്കയെ നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. കാരണം ഇവന് തിരുവഴുത്തുമായിട്ട് യാതൊരു പുലബന്ധമോ ധ്യാനമോ ഇവനില്ല. ഇവൻ കിട്ടിക്കഴിഞ്ഞാൽ വായി തൊതിതങ്ങ് കോതയ്ക്ക് പാടുന്ന ഉളത്തരമാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വചനവുമായി ടിനു ജോർജ് പോയി പ്രാർത്ഥിച്ച വിഷയത്തിന് യാതൊരു ബന്ധവുമില്ല. അവൻ എടുക്കുന്ന ബന്ധം ഇതാണ്: തള്ളിയിട്ടതാര്? ഭൂതം. തള്ളിയിട്ടതാര്? ഒരു ആത്മാവ്. തള്ളിയിട്ടതാര്? അശുദ്ധാത്മാവ്. ഇങ്ങനെയുള്ള കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ തള്ളിയിടുക മാത്രമല്ല, അവിടെ ഞൊരപ്പിക്കുന്നു, നിലവിളിപ്പിക്കുന്നു, പിടപ്പിക്കുന്നു, പ്രയാസത്തോടെ വേദനയോടെ അവനെ ആ ആത്മാവ് വിട്ടുമാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതൊന്നും നടക്കാത്ത ഒരു സ്ഥലത്ത് ഇവൻ മറിഞ്ഞു വീണു എന്നുള്ള കാരണം കൊണ്ട് ഈ വചനം വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇവൻ ആരാണ്? ഒരു വചന ദുർവ്യാഖ്യാനാണ്. ഇവൻ ഒരു തിരുവെഴുത്തും അറിയത്തില്ല. ഇപ്പൊ മനസ്സിലായല്ലോ? പരിശോധിക്കുക, അങ്ങനെയാണ് പരിശോധിക്കുക. യാതൊരു ബന്ധവും ഈ വചനവുമായി ടിനു ജോർജ് സംഭവത്തിന് ബന്ധമില്ല. അപ്പോൾ ഇവൻ പറഞ്ഞ വിടുവായത്തരത്തെ നിങ്ങൾ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, ഇവൻ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ പത്മോസിന്റെ ഏകാന്തി ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നാ? ഇരുന്നെന്ന്, ദൈവത്തെ കണ്ടിട്ട് ഇരുന്നെന്ന്. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കൂ, ഇവൻ പറയണമെന്ന് കേൾക്കൂ. ദൈവത്തിന്റെ ആത്മാവ് തള്ളിയിട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കില്ല. എന്തിനധികം പറയുന്നു, പത്മോസിന്റെ ദ്വീപിൽ കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായ, ആത്മാവിന്റെ നിറവിലായ, ആത്മാവിന്റെ ഉള്ളിലായ യോഹന്നാനെ കുറിച്ച് പോലും പത്മോസിൽ കടന്ന് പേ പിടിച്ച പോലെ ഓടിയെന്നോ നിലത്ത് വീണ് തുള്ളിയെന്നോ മറിഞ്ഞെന്നോ ഇല്ല. പകരം ഞാൻ മരിച്ചവനെ പോലെ വിറച്ചും കൊണ്ട് അവന്റെ കാൽക്കലിരുന്നു എന്നേ ഉള്ളൂ. ഞാൻ മരിച്ചവനെ പോലെ വിറച്ചും കൊണ്ട് അവന്റെ കാൽക്കലിരുന്നു എന്നേ ഉള്ളൂ. കേട്ടല്ലോ? ഇരുന്നു. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ ഇല്ല. അവൻ വീണു എന്ന് തന്നെയാണ് ഇരിക്കുന്നത്. യോഹന്നാൻ ആത്മവിവശതയിലായി. ബൈബിൾ പറയുന്നു അവൻ മരിച്ചവനെ പോലെ വീണു. ഇവൻ പറയുന്നു ഇരുന്നെന്ന്. അങ്ങനെ ഉള്ള വചനമുണ്ടോ? കാരണം ഇരുന്നെന്ന് പറഞ്ഞാലേ വീണു എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കേട്ടല്ലോ? ഇവൻ വീണു, അല്ലെങ്കിൽ വീണു എന്ന കാര്യത്തെ അവൻ ഇരുന്നു. അത് മാത്രമല്ല, കുറെ കാര്യം കൂടി ചേർക്കുന്നുണ്ട്. ആത്മവിവശതയിൽ യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു എന്നായിരിക്കുന്നത്. ഓക്കെ, പിന്നൊരു കാര്യം കൂടെ പറയാം. ഇവൻ പറയുന്നത് ദൈവാത്മാവിന് തള്ളിയിടാൻ പറ്റത്തില്ലേ? ഒരു കാര്യം പറയാം, വീണിട്ടുണ്ട്. ആരെങ്കിലും വീണിട്ടുണ്ട്? എവിടെ നിന്ന്? കുതിരപ്പുറത്തുനിന്ന് വീണിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. അപ്പൊ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ കേൾക്കണം. അതായത് ഇന്ന് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും യോജിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്ന സമയങ്ങളിൽ ബൈബിൾ കോളേജ് വിദ്യാർത്ഥികൾ, അവിടെ ഇരിക്കുന്ന ആത്മീയന്മാരായിരിക്കുന്ന ബൈബിൾ കോളേജ് വിദ്യാർത്ഥികൾ, അവിടെ സായിബുമാർ വന്നാലും പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോഴും എണീച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തലയെ തൊടുമ്പോൾ പലരും വീഴുന്നു. ചിലർ ആത്മാവിൽ വിടാറുണ്ട്. എന്നാൽ ചിലരോ മറ്റുള്ളവരെ നോക്കിയിട്ട് അവ എന്തായാലും വീണു, ഞാൻ വീണില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് കരുതി വീഴുന്നവരും ഉണ്ട്. മാത്രമല്ല, കൂടുതൽ വീഴുന്നവരുമുണ്ട്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ കുറച്ച് അനുകരണങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ പരിശുദ്ധാത്മാവിൽ അപ്രകാരം സംഭവിക്കില്ലെന്ന് ആർക്കും പറയാൻ നമുക്ക് കഴിയില്ല. പരിശുദ്ധാത്മ പ്രവൃത്തികൾ ഉണർവ് വരുന്ന സമയങ്ങളിൽ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ചു കൊടുക്കുക. പക്ഷേ ഇതിൽ ടിനു ജോർജുമായി ബന്ധത്തിൽ ഇവൻ ഭൂതമെന്ന് വിളിച്ചതും മറിഞ്ഞു വീഴത്തില്ല അതിന് കൊടുത്ത വ്യാഖ്യാനവും യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു എന്ന് പറയുന്ന കാര്യത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നത് ഇരുന്നു എന്നാണ്. അപ്പോൾ അതിലും ദുർവ്യാഖ്യാനം അവൻ നടത്തി. ഇതിനാൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം വരും. അത്
ഉടനെ വരും, കാത്തിരിക്കുക. അപ്പോൾ തികച്ചും ടിനു ജോണിന്റെ കാര്യത്തിൽ ഇവൻ ഭൂതമെന്ന് വിളിച്ചതും തള്ളിയിടുന്ന കാര്യത്തെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിച്ചതും വചനവുമായി യാതൊരു ബന്ധവുമില്ല. ഇതവന്റെ ദുർവ്യാഖ്യാനവും ഊളത്തരവും മണ്ടത്തരവും. ഇവൻ വലിയ ആള് കളിക്കാനും ജനങ്ങളായ നിങ്ങളെ ദൈവമക്കളുടെ മുമ്പിൽ പറ്റിക്കുവാനും ഇവൻ വലിയ ആളായതുകൊണ്ട് എന്തെല്ലാം പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കൂല എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടും തിരുത്തി കൊടുക്കണ്ടേ? തിരുത്തി കൊടുക്കണം. ഷമീറെ, നിന്റെ വ്യാഖ്യാനവുമായി ടിനു ജോർജിന്റെ വിഷയത്തിൽ യാതൊരു ബന്ധവുമില്ല. ഉണ്ടെങ്കിൽ ഷമീറിന്റെ ഫാൻസുകാർ, ഷമീറെ നീ തെളിയിച്ചതാ. ഗോഡ് ബ്ലസ് യു.